നമസ്കാരം. അമേരിക്കയുടെ ഭീഷണിക്ക് ഇന്ത്യ തിരിച്ചടിച്ചു. ഇറാൻ തുറമുഖത്ത് നിന്നും ഇന്ത്യ പിന്മാറിയിരിക്കുന്നു. ഇവിടെ അമേരിക്കയുടെ മുന്നറിയിപ്പും ഭീഷണിയും. ഇറാനിലെ തന്ത്രപ്രധാനമായിട്ടുള്ള ചബഹാർ തുറമുഖ നിക്ഷേപത്തിൽ നിന്ന് ഇന്ത്യ പിന്മാറണമെന്നുള്ള ഭീഷണി അടക്കം ഇതിൽ നിന്നൊക്കെ ഇന്ത്യ ആ തന്ത്രപ്രധാനമായിട്ടുള്ള ഭാഗത്ത് നിന്ന് വരെ ഇന്ത്യ പിന്മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ത്യയുടെ 2026-27 ഒരു യൂണിയൻ ബജറ്റ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അതിൽ ചബഹാർ തുറമുഖത്തിനുള്ള വകയിരുത്തൽ പൂർണ്ണമായിട്ട് വെട്ടിക്കുറച്ചതാണ് വലിയ ചർച്ചകൾക്ക് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ 400 കോടി വരെ അനുവദിച്ചിരുന്ന ഈ പദ്ധതിക്ക് ഇത്തവണ ₹1 പോലും മാറ്റിവെച്ചിട്ടില്ല എന്നുള്ള പ്രത്യേകതയുണ്ട്. ഇന്ത്യയുടെ തന്ത്രപ്രധാന നിക്ഷേപമായിരുന്നു ചബഹാറിലേത്. എന്നാൽ US-ന്റെ ഭീഷണികൾ മൂലമുള്ള പിന്മാറ്റമാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. സർക്കാർ ഔദ്യോഗികമായിട്ട് പദ്ധതിയിൽ നിന്ന് പിന്മാറ്റം പ്രഖ്യാപിച്ചിട്ടില്ല, എന്നാൽ താൽക്കാലികമായിട്ട് പിൻവാങ്ങുകയാണ് എന്നുള്ള സൂചനയാണ് ഇതുവഴി നൽകിയിരിക്കുന്നത്. ഇറാനിലെ സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലുള്ള ചബഹാർ തുറമുഖം ഇന്ത്യയുടെ തന്ത്രപ്രധാന പദ്ധതികളിൽ ഒന്നാണ്. അഫ്ഗാനിസ്ഥാൻ, മധ്യേഷ്യൻ രാജ്യങ്ങൾ എന്നിവയിലേക്ക് പാകിസ്ഥാനെ ഒഴിവാക്കി പ്രവേശനം ലഭിക്കുന്നതിനുള്ള പ്രധാന പാതയാണ് ഇത് എന്ന് കണക്കാക്കപ്പെടുന്നു. അപ്പോൾ 2024 മെയ് മാസത്തിൽ ഇന്ത്യയും ഇറാനും 10 വർഷത്തെ കരാർ ഒപ്പുവെച്ചു. ഇതനുസരിച്ചിട്ട് ഇന്ത്യ $120 മില്യൺ, ഏകദേശം ₹1000 കോടി നിക്ഷേപിക്കുകയും $250 മില്യൺ ക്രെഡിറ്റ് ലൈൻ നൽകുകയും ചെയ്യാമെന്ന് ധാരണയിലെത്തുകയും ചെയ്തിരുന്നു. ചൈനയുടെ സ്ട്രിംഗ് ഓഫ് പേഴ്സ് തന്ത്രത്തിനെതിരെയുള്ള ഇന്ത്യയുടെ പ്രതിരോധമായിട്ടും ചബഹാർ കാണപ്പെടുന്നുണ്ട്. ചൈനയുടെ ഗോദ്വാർ തുറമുഖം, അതായത് പാകിസ്ഥാനിലുള്ള ഗോദ്വാർ തുറമുഖം അടുത്തുള്ളതിനാൽ തന്നെ ചബഹാർ എന്ന് പറയപ്പെടുന്ന ഇന്ത്യയുടെ ഭൂപ്രാദേശിക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഇടമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. 2025-26 ബജറ്റിൽ ₹100 കോടി അനുവദിച്ചിരുന്നത് പിന്നീട് ₹400 കോടി വർദ്ധിപ്പിച്ചു. എന്നാൽ 2026-27 ബജറ്റിൽ ₹1 പോലും അനുവദിച്ചില്ല ഇന്ത്യൻ സർക്കാർ എന്നാണ് പറയപ്പെടുന്നത്. $120 മില്യൺ പൂർണ്ണമായി നൽകിയെന്നാണ് ഏപ്രിൽ 26, 2026 US ഉപരോധ ഇളവ് അവസാനിക്കുന്നതിന് മുമ്പ് ഇത് നൽകിയെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ $250 മില്യൺ ക്രെഡിറ്റ് ലൈൻ ഇപ്പോഴും നൽകിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ₹1 പോലും അതിനകത്തേക്ക് ഉപയോഗിക്കാത്തത് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ഇന്ത്യക്കാകും. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഇറാനുമായിട്ട് വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്ക് 25% അധിക താരിഫ് ഭീഷണി മുഴക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതാണ് ഇന്ത്യയുടെ പിന്മാറ്റത്തിന് പ്രധാന കാരണമായിട്ട് പറയുന്നത് എന്നുള്ളതാണ്. 2025 സെപ്റ്റംബറിൽ US ഇറാനുമേലുള്ള ഉപരോധങ്ങൾ കർശനമാക്കി. എന്നാൽ ചബഹാറിന് 6 മാസത്തെ ഇളവ് നൽകി. ഈ ഇളവ് ഏപ്രിൽ അവസാനിക്കുമ്പോൾ ഇന്ത്യക്ക് ഉപരോധങ്ങൾ നേരിടേണ്ടി വന്നേക്കാം എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പാർലമെന്റിൽ അറിയിച്ചത് എല്ലാ പങ്കാളികളുമായിട്ടും ചർച്ച നടത്തുന്നു എന്നാണ്. പദ്ധതിയിൽ നിന്ന് പിന്മാറിയിട്ടില്ല എന്നും തന്ത്രപ്രധാന താല്പര്യങ്ങൾ മുൻനിർത്തിയാണ് എന്നുള്ള ഔദ്യോഗിക സൂചനകൾ പുറത്തു വരുമ്പോഴും അമേരിക്കയുടെ ചില ഭീഷണികൾ ഇന്ത്യക്ക് പലപ്പോഴും തലവേദനയാകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പലപ്പോഴും ഇന്ത്യയുടെ കാര്യങ്ങൾ സംസാരിക്കുന്നത് അങ്ങ് അമേരിക്കയിൽ ഇരുന്ന് ഡൊണാൾഡ് ട്രംപാണ്. ഡൊണാൾഡ് ട്രംപ് അല്ലല്ലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ആ നരേന്ദ്രമോദിക്ക് അറിയാം ഇന്ത്യയെ എങ്ങനെയാണ് ഭരിക്കേണ്ടതെന്ന്. പക്ഷെ പലപ്പോഴും നമ്മുടെ പൊതുസമൂഹത്തിന് ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ചോദ്യങ്ങളായി ചോദിക്കേണ്ടി വരുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രംപ് ആണെന്ന്. കാരണം എല്ലാ കാര്യങ്ങളിലും ഇന്ത്യയുടെ വിദേശകാര്യ സംവിധാനങ്ങളിലടക്കം പലപ്പോഴും അഭിപ്രായ പ്രകടനങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ട്രംപാണ്. ട്രംപിന്റെ അത്തരത്തിലുള്ള അവസരവാദ സമീപനങ്ങളോടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭിപ്രായങ്ങളോടോ ഒരിക്കലും യോജിക്കുവാൻ ഇന്ത്യക്കാകില്ല, ഇന്ത്യ ചെയ്യുകയുമില്ല. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ ഇന്ത്യ പലപ്പോഴും തിരിച്ചടി കൊടുക്കുന്നത്. ഇറാന്റെ തുറമുഖത്ത് നിന്ന് ഇന്ത്യ പിന്മാറ്റം നടത്തി മുന്നോട്ട് പോകുന്നതിൽ പല കാരണങ്ങൾ പറയുമ്പോഴും ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്ന 25%-ലധികമുള്ള തീരുവ പ്രഖ്യാപനം, അമേരിക്കയുടെ തീരുവ പ്രഖ്യാപനം വന്നതുകൊണ്ടാണ് പിന്മാറ്റം ഉണ്ടായത് എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള പിന്മാറ്റങ്ങളാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ അമേരിക്കയ്ക്ക് മുമ്പിൽ തലകുനിച്ച് മുന്നോട്ട് പോകേണ്ട ഗതികേട് ഒരിക്കലും ഇന്ത്യക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ നരേന്ദ്രമോദി അങ്ങനെ തലകുനിച്ച് അമേരിക്കയിൽ നിന്ന് അല്ലെങ്കിൽ അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് തിരികെ പോരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാക്കേണ്ടത്. അല്ലാതെ വീണ്ടും അമേരിക്കയ്ക്കോ ട്രംപിന് മുന്നിലോ നമ്മൾ തലകുനിച്ചു നിൽക്കേണ്ടവരല്ല എന്നുള്ള സൂചനകൾ പലപ്പോഴും ഇന്ത്യ നൽകിയിട്ടുണ്ട്. പലതരത്തിലുള്ള തിരിച്ചടികൾ നടത്തിയിട്ടുണ്ട്. മോദി പല തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് വെനസ്വേലയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ പോലും വളരെ കൃത്യമായിട്ടുള്ള നിലപാട് ഇന്ത്യക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങുക, പകരം റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ നിർത്തലാക്കുക എന്നുള്ള ട്രംപിന്റെ വല്ലാത്ത ഒരു ഭീഷണി ഉണ്ടായിരുന്നു. ആ ഭീഷണിക്ക് വളരെ കൃത്യമായിട്ടുള്ള മറുപടി ഇന്ത്യ കൊടുത്തു കഴിഞ്ഞിരുന്നു. അതിനകത്ത് പറയുന്നത് ഇന്ത്യക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എണ്ണ വാങ്ങാൻ കഴിയും, അങ്ങനെ ആരുമായിട്ടും വ്യാപാര കരാറിൽ ഏർപ്പെടുവാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള മറുപടി ഇന്ത്യക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ തിരിച്ചടികൾ മനസ്സിലാക്കുവാനുള്ള സാമാന്യ മര്യാദയും ബോധവും ഈ ട്രംപിന് ഉണ്ടാകേണ്ടതാണ്, അല്ലെങ്കിൽ അമേരിക്ക എന്ന് പറയപ്പെടുന്ന രാജ്യത്തിന് ഉണ്ടാകേണ്ടതാണ്. അത് പലപ്പോഴും ഉണ്ടാക്കാത്തത് കൊണ്ടാണ് അമേരിക്ക പലപ്പോഴും മറ്റുള്ള രാജ്യങ്ങൾക്ക് മേൽ ഇങ്ങനെ ഭീഷണി സ്വരം ഉയർത്തുന്നത്.
താരിഫ് ഭീഷണി ഉയർത്തുന്നത്. ആ താരിഫ് ഭീഷണിയൊക്കെ ആരും വകവയ്ക്കാൻ പോകുന്നില്ല. അതിന്റെ സൂചനകൾ തന്നെയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. ഇന്ത്യയുടെ തിരിച്ചടിയെ അമേരിക്ക ഭയക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു.